ഇൻഷാല്ലാ ഏത് കഴിഞ്ഞൊരു ചേർന്നിരുന്നോളൂ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാല്ലാ വരി. ചേർന്നിരുന്നല്ലോ. വടവുകളെ പുറത്തേക്ക് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. അള്ളാഹു വലിയ ഗനിയാണ്, വറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അള്ളാഹുവിനോട് ചോദിക്കാന്നില്ല അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായും ഈ വിടവ് പൂർത്തിയാക്കിക്കോളെ ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മളൊന്നും അറിയില്ല. നമ്മൾ പുറത്ത് നിന്നിട്ട് നമ്മൾ പലതും ഒന്നും അറിയില്ല. എല്ലാവരും പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ആ കാര്യം ഞങ്ങൾ ചെയ്താൽ അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടും, ജനങ്ങളും ഞങ്ങളെ ഇഷ്ടപ്പെടും, അങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടണം, ജനങ്ങളും ഞങ്ങളെ ഇഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കും, എന്നാൽ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട്. ജനങ്ങളോടൊന്നും ചോദിക്കാതിരിക്കും, എന്നാൽ ജനങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ചോദിക്കൽ ആരോട്? അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനങ്ങളോടൊന്നും ചോദിക്കാതിരിക്കുക, ജനങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. ഒരു മനുഷ്യൻ അള്ളാഹിനെ പറ്റി എങ്ങനെയാണോ വിചാരിക്കണേ അങ്ങനെ ആയിരിക്കും അള്ളാഹുവിനോട് ഇടപെടുക. എനിക്ക് പുറത്തു തരൂല, എന്നെ പരിഗണിക്കൂല എന്നൊക്കെയാണ് വിചാരിക്കണേ. അള്ളാഹു അതേമാതിരി അനഇൻദല്ലി അബ്ദി, അടിമ എന്നെ പറ്റി എങ്ങനെയാണോ വിചാരിക്കണേ ഞാൻ അങ്ങനെ ആയിരിക്കും അവനോട് പെരുമാറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറയുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ പറ്റി വലിയ പ്രതീക്ഷയിലാകാം. എന്ത് ചോദിച്ചാലും തരുന്നതിനാണ് അള്ളാഹു. നമ്മളെ പാവങ്ങൾ അള്ളാഹു പുറത്തു തരും. അവൻ വലിയ ഔദാര്യത്തിന്റെ ഉടമയാണ്. ആ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകണം. സാർമാരെ സഹാബാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് പരിശ്രമിച്ചു, അവരുടെ ജീവിതത്തിന് ഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു നാട്ടിൽ പരിശ്രമിച്ചു. നമ്മളെല്ലാവരും നമ്മളെ നാടിനെ പറ്റി, നമ്മളെ നാട്ടുകാരെ പറ്റി നമുക്കൊരു ചിന്ത ഉണ്ടാവണം. എല്ലാ മനുഷ്യരും നരകത്തിന്റെ തീയിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. പെരുന്നാളിന് പള്ളിയിൽ ആളുകൾ ഉണ്ടാവുന്നത് പോലെ എല്ലാ വക്തും നിസ്കാരങ്ങൾക്കും നമ്മളെ പള്ളിയിൽ ആളുകളാണ്. ആ അവസ്ഥയിൽ നമ്മൾ നാടുകളായി മാറണം. സ്ത്രീകളും കുട്ടികളും വീടുകളിൽ നമസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഇതിനെപ്പറ്റിയുള്ള ചിന്ത, ഒരു വേദനെങ്കിലും നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മളെ കൂട്ടുകാരോട് പറയാം, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ എത്രയാണ് ഒരു ദിവസത്തിൽ നമ്മൾ അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവാക്കാനുള്ളത് അത്ര നമ്മൾ ചെലവാക്കുക, കുറേശ്ശെങ്കിൽ കുറേശ്ശെ. പിന്നെ നമ്മളെ വീടുകളിൽ താലീമിന്റെ കിതാബ് വായിക്കുക, ഹദീസുകൾ വായിക്കുന്നതനുസരിച്ച് നമ്മളെ വീടുകളിൽ മാറ്റം ഉണ്ടാവും. നമ്മളെ പള്ളികളിലും അതേപോലെ ആഴ്ചയിൽ ദിവസം പൊതുവായ നിലയിൽ ആളുകളെ കണ്ട് അള്ളാഹിനെ കുറിച്ചിട്ട് പറയാം. ഏതെങ്കിലും 2 നമസ്കാരങ്ങൾക്കിടയിൽ ഗസ്റ്റ് എന്ന് പറയും. തൊട്ടടുത്ത നാടിലും അതേപോലെ മാസത്തിൽ 27 ദിവസം നല്ലപോലെ അധ്വാനിച്ച് സമ്പാദിക്കുക. ഒരു 3 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് നമ്മൾ അയൽനാടുകളിലും കൂട്ടുകാരോടൊക്കെ അള്ളാഹിനെ കുറിച്ച് പറയാം. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവണം. ഈ ഒരു പണി നമ്മൾ ചെയ്യണം. എന്നാൽ അള്ളാഹു താല നമ്മളുടെ പരിശ്രമം വഴിയായി നമ്മളിലും നമ്മളെ കുടുംബത്തിലും നാടുകളിലും അള്ളാഹു ദീനുണ്ടാക്കി തരും. ഈ പരിശ്രമം ചെയ്യലും ഇൻഷാ അല്ലാഹ്. ഈ മാർച്ച് മാസം വരുന്ന മാർച്ച് 2-3 തീയതികളിൽ പരപ്പനങ്ങാടി റോഡില് TVS ഓഡിറ്റോറിയത്തിന്റെ വടക്ക് ഭാഗത്ത് വെച്ചിട്ട് ദീന്റെ പേരിൽ വലിയൊരു പരിശ്രമം, വലിയൊരു ഇജ്തിമാ
വലിയൊരു ഒരുമിച്ച് കൂടൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂട്ടുകാരെയും ബാക്കിയുള്ള എല്ലാ ആളുകളെയും കൂട്ടി ഇൻഷാ അല്ലാഹ് ഇതിന്റെ പരിശ്രമം നമ്മൾ എന്നും ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്നും ഖുർആൻ ഷരീഫിൽ നിന്ന് കുറച്ചെങ്കിലും എന്തായാലും ഓതുന്ന അവസ്ഥ ഉണ്ടാണ്. ഖുർആൻ തൊടാത്തൊരു ദിവസം ഉണ്ടാവരുത്. കുറച്ചെങ്കിലും ഓതുന്ന അവസ്ഥ ഉണ്ടാണ്. ഖുർആൻ എന്നും ഓതണം. അതേപോലെ തന്നെ 5 വക്ത നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കാൻ പരിശ്രമിക്കണം. ദുആ നമസ്കരിക്കണം. രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിക്കണം. ആ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. രാവിലെയും വൈകുന്നേരം അല്ലാഹുവിന്റെ ദിക്റുകൾ പതിവാക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ർ ചുരുങ്ങിയത് സുബഹിക്ക് ശേഷം 100 പ്രാവശ്യം, അതേപോലെ തന്നെ വൈകുന്നേരം അസറിന് ശേഷം 100 പ്രാവശ്യം. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലണം. ഏതെങ്കിലും ഒരു സ്വലാത്ത് നമുക്ക് അറിയുന്നത് സുബഹിക്ക് ശേഷം 100 പ്രാവശ്യം, അതേപോലെ അസറിന് ശേഷം 100 പ്രാവശ്യം എന്നും മുടങ്ങാതെ ചെല്ലണം. ചുരുങ്ങിയതാണ്, കൂട്ടാൻ എത്ര കൂട്ടാൻ പറ്റും അത്രയും കൂട്ടണം. യാത്രകളിലും ബസ്സിലും എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ ദിക്റും സലാത്തും അതേപോലെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അതും ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതം നമ്മൾ അള്ളാഹു നിഷിദ്ധമാക്കിയത് ഒഴിവാക്കണം. കണ്ണുകളെ സൂക്ഷിക്കണം. ഈ നിലയിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാം അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബ്ലോക്കിന്റെ അടുത്ത് ഇൻഷാ അല്ലാഹ് ഇതേപോലെ 20-ാം തീയതി ഒന്ന് കൂടുന്നുണ്ട്. അള്ളാഹു തആല നമ്മളുള്ള കൂടുതലിനെ കബൂലാക്കുമാറാട്ടെ. കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ കൂട്ടി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. يا أرحم الراحمين، يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين، يا ذا الجلال والإكرام، يا ذا الجلال والإكرام، يا غياث المستغيثين، يا مجيب دعوة المضطرين، فاستجب دعانا يا إله العالمين، يا إله العالمين، يا أرحم الراحمين ويا أرحم الراحمين، يا أكرم الأكرمين، يا أكرم الأكرمين، يا غياث المستغيثين ويا مجيب دعوة المضطرين، فاستجب دعانا يا إله العالمين. ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. കർമ്മന അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ തിന്മകളെയും മാപ്പാക്കി തരണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത തിന്മകൾക്കൊന്നും കയ്യും കണക്കുമില്ല പടച്ചവനെ. എത്രയോ തിന്മകൾ ചെയ്തവരാണ് പടച്ചവനെ. നീ എല്ലാം പുറത്തുതരണേ അല്ലാഹ്, നീ പുറത്തുതരണേ അല്ലാഹ്. രാത്രിയുടെ ഇരുളുകളെ അവസരമായി കണ്ട് തിന്മകൾ ചെയ്തു പോയി പടച്ചവനെ. പകലിന്റെ വെളിച്ചത്തിൽ തിന്മകൾ ചെയ്തു പടച്ചവനെ. ഒറ്റക്കും കൂട്ടായും ചെയ്തു പടച്ചവനെ. യാ അല്ലാഹ്, പടച്ചവനെ, തിന്മകളാണെന്ന് ഉറപ്പിച്ചതിന് ശേഷവും വീണ്ടും തിന്മകൾ ചെയ്തു പോയി പടച്ചവനെ. എല്ലാം നീ മാപ്പാക്കി തരണേ അല്ലാഹ്, നീ മാപ്പാക്കി തരണേ അല്ലാഹ്. നീ വല്ലാതെ കരുണയുള്ളവനാണല്ലോ പടച്ചവനെ. ഞങ്ങളെ കൈകൾ ഞങ്ങളുടെ മുഖത്ത് ചേരുന്നതിന് മുമ്പായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നീ പുറത്തു തരണേ പടച്ചവനെ. നീ അങ്ങേയറ്റം കരുണയുള്ളവനാണല്ലോ അല്ലാഹ്. യാ അല്ലാഹ്, പ്രായപൂർത്തിയായ അന്ന് മുതൽ ഞങ്ങൾ ഇന്ന് വരെ തിന്മകളിലാണ് പടച്ചവനെ. ഞങ്ങളെ കണ്ണുകൾ തിന്മകൾ കണ്ടു പടച്ചവനെ. ഞങ്ങളെ നാവുകൾ തിന്മകൾ പറഞ്ഞു പടച്ചവനെ. ഞങ്ങളെ അവയവങ്ങളെല്ലാം തിന്മകൾ ചെയ്തു പോയി പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ നല്ലവരാണെന്ന് ഞങ്ങൾക്ക് അവകാശവാദമല്ല പടച്ചവനെ. ഞങ്ങൾ കുറ്റക്കാരാണെന്ന് സ്വന്തമായി സമ്മതിക്കുന്നു പടച്ചവനെ. നീ ഞങ്ങളെ കുറ്റങ്ങളെയും തിന്മകളെയും മാപ്പാക്കി തരണേ അല്ലാഹ്. പാവങ്ങളാണ് പടച്ചവനെ. നീ അല്ലാതെ ഒരാളും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. ആരും കാണൂല എന്ന് വിചാരിച്ച് ഞങ്ങൾ തിന്മകൾ ചെയ്തപ്പോഴും ഞങ്ങളെ ഹൃദയങ്ങളെ മെടിപ്പിച്ചവൻ നീയായിരുന്നു പടച്ചവനെ. അല്ലാഹു, ആ സമയത്ത് നീ ഞങ്ങളെ മരിപ്പിച്ചിരുന്നെങ്കിൽ തിന്മകളിലായി ഞങ്ങൾ മരിച്ചുപോയനെ പടച്ചവനെ. അല്ലാഹു, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചതാണ് പടച്ചവനെ. ഞങ്ങളെ തിന്മകളെ നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ തിന്മകളെ നീ മാപ്പാക്കണേ അല്ലാഹ്. നന്നാവാൻ തൗഫീഖ് തരണേ പടച്ചവനെ. നന്നാവാൻ അതിയായ കൊതിയുണ്ട് പടച്ചവനെ. നീ ഞങ്ങളെ നന്നാക്കണേ പടച്ചവനെ. ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഉമ്മക്കും വാപ്പക്കും നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഒരു പാവങ്ങളാണ് പടച്ചവനെ. അവരോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. ഞങ്ങളൊക്കെ ഈ അവസ്ഥയിൽ എത്താൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തവരാണ് പടച്ചവനെ. ആ പാവങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അവരോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്.
പഠിച്ചവനെ ഞങ്ങളെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെ ജ്യേഷ്ഠന്മാർ അനുജന്മാർക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവന്. അവരുടെ ഭാര്യമാർ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവന്. ഞങ്ങളെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും മക്കൾക്കും പുറത്തു കൊടുക്കണേ പഠിച്ചവന്. യാ അല്ലാഹ് ഞങ്ങളെ ഉമ്മന്റെ കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവന്. ഞങ്ങളെ അപ്പന്റെ കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവന്. യാ അല്ലാഹ് ഞങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവന്. കെട്ടുബന്ധങ്ങളിൽ ഏതെല്ലാം കുടുംബങ്ങളുടെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പഠിച്ചവന്. യാ അല്ലാഹ് ഞങ്ങളെ പഠിച്ചവനെ ഞങ്ങളെ നാട്ടുകാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങളെ അയൽവാസികൾക്ക് പുറത്തു കൊടുക്കണേ അല്ല. നാട്ടുകാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങളെ ജില്ലക്കാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല. സംസ്ഥാനക്കാർക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. യാളെ ഈ നാടുകാർക്ക് ഈ രാജ്യക്കാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ജീവനങ്ങൾക്കും മൂന്നാത്തവർക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. മുഴുവൻ മനുഷ്യരാശിക്ക് നീ ഹിദായത്ത് കൊടുക്കണേ പഠിച്ചവനെ. നിങ്ങൾ ഈ കൂടൽ കാരണം മനുഷ്യരാശിയുടെ ഹിദായത്തിന് കാരണമാക്കണേ പഠിച്ചവനെ. ഈ നാടിന്റെ ഹിദായത്തിന് കാരണമാക്കണേ പഠിച്ചവനെ. ഈ നാട്ടിലെ മുഴുവൻ ആണുങ്ങളും കുട്ടികളും പഠിച്ചവനെ പള്ളിയിലും മൂന്ന് ജമയത്തിനെ നമസ്കരിച്ച് 100% ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്യുന്നവരായി നീ കബൂലാക്കണേ പഠിച്ചവനെ. 100% സ്ത്രീകളും കുട്ടികളും വീടുകളിൽ ദീനം സജ്ജീകരിക്കുന്നവർ ഉണ്ടാക്കണേ പഠിച്ചവനെ. എല്ലാവരെയും ദീന്റെ പരിശ്രമം ചെയ്യുന്ന ദായികളാക്കണേ പഠിച്ചവനെ. സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളെല്ലാം നിന്റെ തൃപ്തിയുടെ പൊരുത്തത്തിന്റെ വഴി ചെലവാക്കി നാളെ നിന്നെ കാണുമ്പോൾ ഏറ്റവും ഉയർന്ന അനുഗ്രഹങ്ങളുമായി നിന്നെ കാണാൻ തൗഫീഖ് ചെയ്യണേ പഠിച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ല. രോഗികളുടെ രോഗത്തെ ശിഫയാക്കണേ പഠിച്ചവനെ. ഒരുപാട് ആളുകൾ രോഗികളാണ് പഠിച്ചവനെ. രോഗങ്ങളെ നീ ശിഫയാക്കണേ പഠിച്ചവനെ. അല്ല ഞങ്ങളും രോഗികളാണ് പഠിച്ചവനെ. ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ല. നീ അല്ലാതെ വേറെ ഷാഫില്ല പഠിച്ചവനെ. നീ ശിഫയാക്കി തരണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങൾ അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും മാറാരോഗങ്ങൾ പിന്തുടരുന്നുണ്ടോ എന്ന് അറിയില്ല പഠിച്ചവനെ. യാ അല്ലാഹ് എല്ലാം അറിയുന്നവനെ. അല്ലാഹുവേ ഞങ്ങളാരെയും രോഗത്തിൽ കുടുക്കി നീ പരീക്ഷിക്കരുതേ പഠിച്ചവനെ. യാ അല്ലാഹ് നീ മാറാരോഗങ്ങൾ നീ കാക്കണേ പഠിച്ചവനെ. ഞങ്ങൾ ഒരിക്കലും നീ പരീക്ഷിക്കല്ലേ അല്ല. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ പഠിച്ചവനെ. കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങളെ നീ മാറ്റി തരണേ അല്ല. നീ അല്ലാതെ ഒരാളും മാറ്റാൻ കഴിവുള്ളവനെ ഇല്ലല്ലോ പഠിച്ചവനെ. യാ അല്ലാഹ് അവർ കടങ്ങളിൽ കുടുങ്ങിയവരെ കടങ്ങളെ വീട്ടിനെ പഠിച്ചവനെ. യാ അല്ലാഹ് വിവാഹപ്രായമായ യുവതികൾ യുവാക്കൾ അവർക്ക് അനുയോജ്യമായ നല്ല ബന്ധങ്ങളെ നസീബാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ മക്കളെ നീ കബൂലാക്കണേ അല്ല. ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ പഠിച്ചവനെ. ഹഫലീങ്ങൾ അലിമീങ്ങൾ ദായികൾ മുത്തഖീങ്ങൾ ഔലിയാക്കൾ അതിന്റെ പരമ്പര ഞങ്ങൾ ഉണ്ടാക്കണേ പഠിച്ചവനെ. നിന്നെ നിഷേധിക്കുന്നവർ നമസ്കാരം ഉപേക്ഷിക്കുന്നവർ മദ്യപാനികൾ പഠിച്ചവനെ. നിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവർ ആരെയും ഞങ്ങളുടെ തലമുറകൾ നീ ഉണ്ടാക്കരുതേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളുടെ തലമുറകളെ നീ ഈമാന് കൊണ്ട് അമാലുകളെ കൊണ്ട് നീ പരിശുദ്ധമാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ല. യാ അല്ലാഹ് സന്താനങ്ങളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവനെ. കടലുള്ളവരെ കടങ്ങളെ വിട്ട് നീ ഏർപ്പാടുണ്ടാക്കണേ പഠിച്ചവനെ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ പഠിച്ചവനെ. തൊഴിലില്ലാത്തവർക്ക് ഹലാലായ ഉപജീവനത്തിന്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ പഠിച്ചവനെ. ഉള്ള തൊഴിലുകളിൽ എന്തെങ്കിലും ഹറാമുകളുണ്ടെങ്കിൽ അർഹമറാഹിമീൻ അല്ലാഹുവിന്റെ കരുണ കൊണ്ട് ഔദാര്യം കൊണ്ട് ആ തിന്മകളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് ഞങ്ങൾ മാറ്റി അതിന് പകരം നീ ഹലാലിന്റെ വഴികളെ തുറന്നു തരണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ പഠിച്ചവനെ. ഞങ്ങളുടെ ദാരിദ്ര്യത്തെ നീ പരിഹരിക്കണേ പഠിച്ചവനെ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ പൂർത്തിയാക്കി തരണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങൾ എന്തായാലും ഒരു ദിവസം മരിക്കും പഠിച്ചവനെ. എന്നാണ് ഞങ്ങൾ മരിക്കാൻ അറിയില്ല പഠിച്ചവനെ. ഞങ്ങളെല്ലാരെ കുറിച്ച് പറയപ്പെടുന്ന അയാൾ മരണപ്പെട്ടു എന്ന് പഠിച്ചവനെ. ഞങ്ങളെ താടികൾ കെട്ടും, ഞങ്ങളെ കാറിന്റെ തള്ളവരകൾ ചേർത്ത് കെട്ടും പഠിച്ചവനെ. കഫന്തുണികളിൽ പോയി ഞങ്ങളെ ഖബറുകളിലേക്ക് വെക്കല്ലോ അല്ലാ. എന്നായിരിക്കും ആ ദിവസം ഞങ്ങൾക്ക് അറിയില്ല പഠിച്ചവനെ. ഞങ്ങളെ കൂട്ടത്തിൽ പഠിച്ചവർ എത്രയോ ആളുകൾ ഇന്ന് ആ മണ്ണിന്റെ ഉള്ളിലാണ് പഠിച്ചവനെ. ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരുപാട് ആളുകൾ ആ ഖബറിന്റെ ഉള്ളിലാണ് പഠിച്ചവനെ. അവർ പോയി പഠിച്ചവനെ. ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ ഞങ്ങളൊരു ദിവസം നിന്നിലേക്ക് വരില്ലോ പഠിച്ചവനെ. അന്നത്തെ ദിവസത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തൗഫീഖ് താ പഠിച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ എന്ന് മരിച്ചാലും നീ ഞങ്ങളിൽ ഏറ്റവും സംതൃപ്തനായ അവസ്ഥയിലുള്ള മരണം തന്നെ പഠിച്ചവൻ. നിനക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടം എന്നാണോ അന്ന് ഞങ്ങളെ നീ മരിപ്പിക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ ശൈത്താന്റെ ശർറിന്റെ കുഴികളിൽ കുടുങ്ങി മരിച്ചു പോയവനെ കാക്കണേ പഠിച്ചവൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ പഠിച്ചവന്. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാക്കണേ പഠിച്ചവന്. മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല തൗബ ചെയ്യാനുള്ള ഭാഗ്യം താ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം താ അല്ലാഹ്. ഞങ്ങളെ നീ കബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പഠിച്ചവനെ. അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയോ അവരെല്ലാവരുടെയും ഖബറുകളെ നീ സ്വർഗത്താപ്പാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഖബറുകളെ സ്വർഗത്താപ്പാക്കണേ അല്ലാഹ്. ജീവിച്ചിരുന്ന കാലത്തോട് ഞങ്ങൾക്കൊക്കെ കൊണ്ട് ഓടി നടക്കായിരുന്നു പഠിച്ചവന്. എന്റെ മക്കൾ കഷ്ടപ്പെടരുത്, പേരക്കുട്ടികൾ കഷ്ടപ്പെടരുത്, എന്റെ അനുജൻ കഷ്ടപ്പെടരുത്, ജ്യേഷ്ഠൻ കഷ്ടപ്പെടരുത്.
പഠിച്ചവനെ ആ നിലയിൽ ഓടി നടക്കായിരുന്നു പഠിച്ചവനെ. ഓട്ടത്തിനിടയിൽ ആ പാവങ്ങൾ നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും പഠിച്ചവൻ. ഹലാലും ഹറാമും നോക്കാൻ ചിലപ്പോൾ സമ്പാദിച്ചിട്ടുണ്ടാവും പഠിച്ചവൻ. ഓരോ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിട്ടുണ്ടാവില്ല പഠിച്ചവന്. എല്ലാ പാവങ്ങൾ ഇന്ന് ഖബറുകളിലാണ്. എന്തെങ്കിലും തിന്മയുടെ പേരിൽ നീ അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് മാത്രം അറിവുള്ളൂ പഠിച്ചവന്. എന്തെങ്കിലും തിന്മയുടെ പേര് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അർഹമുറാഹിമിനെ അല്ലാഹുവേ, ഞങ്ങളെ ദുആ കാരണം അവർക്ക് നീ വിടുതൽ ചെയ്യണേ പഠിച്ചവനെ. ഇനി അവർക്ക് ഒരു നന്മ ചെയ്യാൻ കഴിയില്ല പഠിച്ചവനെ. യാ അല്ലാഹ്, അവരെ നീ രക്ഷിക്കണേ അല്ലാഹ്. നീ അവർക്ക് വിടുതൽ ചെയ്യണേ പഠിച്ചവനെ. അവരെ ഖബറുകളെ നീ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കണേ പഠിച്ചവനെ. സ്വർഗത്തിന്റെ വിരിപ്പുകൾ നീ വിരിച്ചു കൊടുക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് നീ പകരം നൽകണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഒരുപാട് നല്ല കൂട്ടുകാർ പഠിച്ചവനെ, സ്വന്തം ജ്യേഷ്ഠനേക്കാൾ അനുജനേക്കാൾ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെല്ലാ കാര്യത്തിലും ആ നിലയിൽ ഇടപെടുകയും പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുകയും ചെയ്യുന്നവർ പഠിച്ചവനെ, അവരെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അവരുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ പഠിച്ചു. അവരെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, കുടുംബങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. അവരെ നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. നിങ്ങൾക്ക് ഉപകാരം ചെയ്തതിന് പകരം ചെയ്യാൻ കഴിയില്ല പഠിച്ചവനെ. പക്ഷെ നീ വലിയ ഔദാര്യവാനാണ് പഠിച്ചവനെ. നീ നിന്റെ ഖജനാവ് അവർക്ക് കൊടുക്കണേ പഠിച്ചവനെ. ദുനിയാവിൽ കൊടുക്കണേ പഠിച്ചവനെ. ആഖിറത്തിലും നൽകണേ പഠിച്ചവനെ. നിങ്ങളെല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിന്റെ ഖജനാവ് ഒന്ന് പൂർത്തിയാക്കി തരണേ പഠിച്ചവനെ. ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കരുതേ പഠിച്ചവനെ. ഞങ്ങൾ ആവശ്യങ്ങൾ നീ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ അല്ല. ഒരാളുടെ മുന്നിലേക്ക് ഞങ്ങളെ വിടല്ല പഠിച്ചവനെ. ഞങ്ങളോട് നീ പോടാന്ന് പറയല്ലേ അല്ല. നീ ഞങ്ങളെ ആട്ടല്ല പഠിച്ചവനെ. നിന്റെ പടിവാതിൽക്കൽ വന്ന് യാചിക്കുന്ന യാചകരാണ് പഠിച്ചവനെ. നിങ്ങളോട് ചോദിച്ചു വരുന്നാളെ വിരട്ടരുതെന്ന് നീ ഞങ്ങളോട് പറഞ്ഞല്ലോ പഠിച്ചവനെ. ഔദാര്യവാനെ നിന്നോട് ഞങ്ങൾ എല്ലാവരും കൈനീട്ടി ചോദിക്കാണ് പഠിച്ചവനെ. നീ ഞങ്ങളോട് പോടാന്ന് പറയല്ലേ പഠിച്ചവനെ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ല. നീ ഞങ്ങളെ സ്വീകരിക്കണേ പഠിച്ചവനെ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല. ഈ കൂടി ഞങ്ങളെല്ലാവരും കൂടി നാട്ടിൽ ഏറ്റവും വലിയൊരു പിസ്കന്റെ അടുക്കൽ പോയി എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ എന്തെങ്കിലും തരും പഠിച്ചവനെ. ഔദാര്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യവാനായ നിന്റെ പടിവാതിൽക്കൽ യാചിക്കുന്ന യാചകരാണ് പഠിച്ചവനെ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ല. ഞങ്ങളെ ആവശ്യങ്ങൾ നിനക്കറിയല്ലോ പഠിച്ചവനെ. ഞങ്ങൾ ബാഹ്യമായി ചിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പഠിച്ചവനെ. നീ എല്ലാം അറിയുന്നവനാണല്ലോ അല്ല. ഞങ്ങളെ ഏകാന്തതയിൽ ഞങ്ങളെ കരയിപ്പിക്കുന്ന, ഞങ്ങളെ ചിന്തിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് പഠിച്ചവനെ. എല്ലാം നീ നന്നാക്കി താല്ല. എല്ലാം നീ പരിഹരിച്ചു താല്ല. യാ അല്ലാ, ഞങ്ങളെ വിഷമങ്ങളെ മാറ്റി താല്ല. ഞങ്ങളെ ആഗ്രഹങ്ങൾ ഹലാലായ നിലയിൽ, ഖൈറായ നിലയിൽ നീ പൂർത്തിയാക്കി തരണേ പഠിച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ല. ഈ കൂട്ടത്തിൽ ചെറിയ മക്കളുണ്ട് പഠിച്ചവനെ. അവർക്ക് തിന്മകൾ എന്താണെന്ന് അറിയില്ല പഠിച്ചവനെ. യാ അല്ലാ, ഈ കൂട്ടത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും പഠിച്ചവനെ. യാ അല്ലാ, ജീവിതത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അമൽ ചെയ്ത് ആരെങ്കിലും ഇല്ലാതിരിക്കൂല പഠിച്ചവനെ. ആ അമലോർത്ത് ഞങ്ങൾ എല്ലാവരുടെയും ദുആകളെ നീ കബൂലാക്കണേ അല്ല. കബൂലാക്കണേ അല്ല. കബൂലാക്കണേ അല്ല. ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവരായി ഞങ്ങൾ ആക്കണേ പഠിച്ചവനെ. എല്ലാ കുടിയിലും കൊട്ടാരത്തിലും ദീനെത്തുന്ന ഞങ്ങൾ നീ കാരണക്കാരാക്കണേ പഠിച്ചവനെ. സമയവും സമ്പത്തും ചെലവഴിക്കുന്നവരാക്കണേ അല്ല. പഠിച്ചവനെ, ഞങ്ങളെ ഈമാൻ യഖീനാക്കി തരണേ പഠിച്ചവനെ. ഞങ്ങൾ നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടുള്ള ശരിയായ മഹബത്ത് ഞങ്ങളെ ഹൃദയങ്ങളെ നിറക്കണേ പഠിച്ചവനെ. തങ്ങൾ നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സുന്നത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇസ്സത്താക്കി തരണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് വലിയ അന്തസ്സാക്കി തരണേ പഠിച്ചവനെ. യാ അല്ലാ, അന്തസ്സോട് കൂടി സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് ചെയ്യണേ അല്ല. യാ അല്ലാ, ഞങ്ങൾ നമസ്കാരങ്ങളെ നന്നാക്കി തരണേ പഠിച്ചവനെ. നിന്നെ ഓർത്ത്, നിന്നെ ഭയപ്പെട്ട് ഖുശൂഅോട് കൂടി നമസ്കരിക്കുന്നവരായി ഞങ്ങൾ ആക്കണേ പഠിച്ചവനെ. യാ അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജഹാലത്തിനെ നീ ഇൽമാക്കി തരണേ പഠിച്ചവനെ. ഞങ്ങളെ ഗഫലത്തിനെ നീ ദിക്റാക്കി തരണേ പഠിച്ചവനെ. ഞങ്ങളെ അശ്രദ്ധയെ നീ ദിക്റാക്കി തരണേ പഠിച്ചവനെ. അല്ലാഹു, ഞങ്ങളെ പെരുമാറ്റവും സ്വഭാവവും നീ നന്നാക്കി തരണേ പഠിച്ചവനെ. എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ തൗഫീഖ് ചെയ്യണേ പഠിച്ചവനെ. ഞങ്ങളുടെ കോപം, ഞങ്ങളുടെ വേണ്ടാത്ത സ്വഭാവങ്ങൾ അത് ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ പഠിച്ചവനെ. സ്നേഹത്തോട് മഹബത്തോട് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ പഠിച്ചവനെ. അല്ലാഹു, എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞ ഇഖ്ലാസ് തരണേ പഠിച്ചവനെ. ഞങ്ങളുടെ പറച്ചിൽ ഇഖ്ലാസ് തരണേ പഠിച്ചവനെ. ഞങ്ങളെ തീ കൊണ്ടുള്ള കത്രികളെ കൊണ്ട് ഞങ്ങളെ ചുണ്ടുകൾ മുറിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ പഠിച്ചവനെ. യാ അല്ലാ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല പഠിച്ചവനെ. യാ അല്ലാ, ഇഖ്ലാസ് ഉള്ളവരാക്കണേ പഠിച്ചവനെ.
യാ അല്ലാഹ് ഇഖ്ലാസില്ല ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഇഖ്ലാസുള്ളതായി കബൂലാക്കണേ പഠിച്ചവനെ. നിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാ അമലുകളും ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ പഠിച്ചവനെ. ഒരാൾ കാണണം അല്ലെങ്കിൽ ഒരാൾ അറിയണം എന്നുള്ള നിലയിലുള്ള അല്ലാതെ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഇഖ്ലാസോടെ അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ പഠിച്ചവനെ. സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളൊക്കെ നീ ഞങ്ങളെ താൽക്കാലികമായി ഏൽപ്പിച്ച അമാനത്താണ്. അത് ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് നിന്റെ തൃപ്തിയുടെ വഴി ചെലവാക്കാനുള്ളതാണ് എന്നുള്ള ശരിയായ ബോധം തരണേ പഠിച്ചവനെ. നിന്റെ തൃപ്തിയുടെ വഴിയിലെല്ലാം ചെലവഴിച്ച് യാ അല്ലാഹ് നീ ഞങ്ങൾ സംതൃപ്തനായ അവസ്ഥയിൽ ഞങ്ങൾക്ക് നിന്നെ കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യണേ പഠിച്ചവനെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക്കായ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണേ പഠിച്ചവനെ. അർശിന്റെ തണൽ തരണേ പഠിച്ചവനെ. നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ പഠിച്ചവനെ. നരകം ഞങ്ങൾക്ക് പേടിയാണ് പഠിച്ചവനെ. ഞങ്ങൾ സഹിക്കാൻ കഴിയില്ല പഠിച്ചവനെ. ഞങ്ങൾ ആരെയും നരകവാസികളാക്കല്ലേ പഠിച്ചവനെ. എല്ലാവരെയും ജന്നത്തിൽ ഫിർദൗസ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും നീ ജന്നത്തിൽ ഫിർദൗസിലാക്കണേ പഠിച്ചവനെ. മുഴുവൻ മനുഷ്യരാശിക്ക് നീ ഹിദായത്ത് നൽകണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ പഠിച്ചവനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.